നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരികയാണല്ലോ. വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കും കഴിഞ്ഞല്ലോ. ഈ വേൾഡ് കപ്പിനായിട്ട് ഇതുവരെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ടീം ഏതാണ്, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ള ടീമുകൾ ഏതാണ്, നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കൃത്യമായ റാങ്കിങ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5-ാം സ്ഥാനത്ത് 5 ടീമുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 5-ാം സ്ഥാനത്ത് വരുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവർ USA മെക്സിക്കോയിലേക്കുമാണ് പോയത്. അത് കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി പോയതാണ്, മറ്റൊന്നുമല്ല. അവിടെയാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ആ ടീമുകളോട് തന്നെ, ആതിഥേയരായിട്ടുള്ള ടീമുകളോട് തന്നെ കളിച്ചു. അഡാപ്ഷനും മറ്റുമൊക്കെ അത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് കളിച്ചത്. മെക്സിക്കോക്കെതിരെ ഗോൾ രഹിത സമനിലയും. എന്നാൽ മറ്റൊരു ആതിഥേയരായിട്ടുള്ള മെയിൻ ആതിഥേയരായിട്ടുള്ള USA ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയവും അവർ നേടുകയുണ്ടായി. അതിന് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിലൊക്കെ അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളായിരുന്നല്ലോ. അതിലൊക്കെ അവർ നല്ല രൂപത്തിൽ തന്നെ കളിച്ച് വിജയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ടീമുകളിൽ 5-ാം സ്ഥാനത്ത് പോർച്ചുഗലാണ്. മികച്ച ടീം അവർക്കുണ്ട്. കോച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നല്ല രൂപത്തിൽ തന്നെ ടീമിനെ കൊണ്ടുപോകുന്നുണ്ട്. മികച്ച ഒത്തിണക്കമുണ്ട്. വെൽ ബാലൻസ്ഡ് സ്ക്വാഡാണ്. സോ 5-ാം സ്ഥാനത്ത് പോർച്ചുഗൽ വരുമ്പോൾ 4-ാം സ്ഥാനത്ത് ബ്രസീലാണ്. ബ്രസീൽ ഈ വേൾഡ് കപ്പിന് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി കഴിഞ്ഞ ജൂണിൽ കോച്ചായതിനു ശേഷം വേൾഡ് കപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വ്യക്തമായ കൃത്യമായ സൂചനകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്രസീൽ നടത്തിയിട്ടുള്ള ഫ്രണ്ട്ലികൾ നോക്കുക. ആദ്യം അദ്ദേഹം പോയത്, അഞ്ചലോട്ടി ടീമിനെ കൊണ്ടുപോയത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. ഒന്ന് സൗത്ത് കൊറിയക്കെതിരെ 5-0 ജയിച്ചു. പിന്നെ ജപ്പാനോട് 3-2 പരാജയപ്പെട്ടു. അതിനുശേഷം ആഫ്രിക്കൻ വൻകരയിലെ ടീമുകളോടാണ് നവംബർ മാസത്തിൽ ഏറ്റുമുട്ടിയത്. സെനഗലിനെതിരെ ബ്രസീൽ 2-0 ജയിച്ചു. ടുണീഷ്യക്കെതിരെ 1-1 സമനില. കളി നടത്തിയത് യൂറോപ്പിലാണെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് മറ്റ് 2 കളികൾ ഇപ്പോൾ ഈ മാർച്ചിൽ നടത്തിയത് യൂറോപ്യൻ ടീമുകളോടാണ്. കളിച്ചതോ US വേൾഡ് കപ്പ് നടക്കുന്ന വേദികളിലാണ് കളിച്ചത്. സോ കൃത്യമായി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ പോയി കളിച്ചതാണ്. അതിൽ ഫ്രാൻസിനോട് കളി 2-1 തോറ്റെങ്കിലും ക്രൊയേഷ്യക്കെതിരെ 3-1 വിജയിക്കുകയുണ്ടായി. വെൽ പ്ലാൻഡാണ് ബ്രസീലിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ഇനി വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അവർ സ്വന്തം മണ്ണിൽ നിന്ന് വിട പറയുന്നത് പോലെ മറക്കാനയിലൊരു വിടപറച്ചിൽ മത്സരം കളിക്കും. അത് പനാമക്കെതിരെ ജൂൺ 1-ന്. പിന്നെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള മത്സരം ജൂൺ 7-ന് അവർ ഈജിപ്തിനെതിരെ കളിക്കും. സോ വെൽ സെറ്റാണ്, പ്ലാനുകളൊക്കെ കൃത്യമാണ്, വെൽ പ്രിപ്പയർഡാണ് ബ്രസീൽ ടീം എന്നർത്ഥം. ഇനി 3-ാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരങ്ങൾ അത്ര പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും പല സംശയങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ശരിയാണ്, ജപ്പാനോട് 1-0 തോറ്റു. അതിനു മുമ്പ് ഉറുഗ്വായോട് 1-1 സമനിലയിലാണ് അവർ പിരിഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വിമർശനങ്ങളുമായിട്ട് പലരും വരുന്നുണ്ടാവും. പക്ഷേ തോമസ് തുഷൽ കൃത്യമായ രൂപത്തിൽ ടീമിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അദ്ദേഹം ചില പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും വേൾഡ് കപ്പിലേക്ക് നല്ല പ്രിപ്പറേഷനുമായിട്ട് തന്നെയാണ് ഇംഗ്ലീഷ് ടീം വന്നുകൊണ്ടിരിക്കുന്നത്. അവർ കളി മാറ്റും. കാരണം വേൾഡ് കപ്പിന് മുമ്പ് അവർ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ന്യൂസിലാൻഡിനെതിരെയും മറ്റൊന്ന് കോസ്റ്റാറിക്കയ്ക്കെതിരെയും ഉണ്ട്. സോ ഇത്തവണ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ടീമുകളിൽ അടുത്ത സ്ഥാനത്ത് വരുന്ന ഇംഗ്ലണ്ടാണ്. 2-ാമതാണ് സ്പെയിന്. അത് സ്പെയിൻ എങ്ങനെ ഇപ്പോൾ അത്ര വലിയ പ്രിപ്പറേഷൻ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫൈനലിസിമ നഷ്ടപ്പെട്ടു. ഫൈനലിസിമ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച കാര്യമാണ്. എന്നിട്ടും സ്പെയിന് നല്ല ഫ്രണ്ട്ലികൾ തന്നെ ചാർട്ട് ചെയ്തു. ഒന്ന് സെർബിയക്കെതിരെ കളിച്ചു, പിന്നെ ഈജിപ്തിനെതിരെ കളിച്ചു. സെർബിയക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം നേടി. ഈജിപ്തിനെതിരെ ഗോൾ രഹിത സമനിലയായിരുന്നു. എങ്കിലും സ്പെയിനിൻ്റെ യുവനിരക്ക് വേണ്ടത്ര പ്രിപ്പറേഷനും കാര്യങ്ങളുമൊക്കെ അതിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി വേൾഡ് കപ്പിന് മുമ്പ് അവർ സന്നാഹ മത്സരങ്ങൾ കൂടി കളിക്കും. അപ്പോഴേക്കും പൂർണ്ണമായും കാര്യങ്ങൾ ഓക്കെ ആവും. പിന്നെ ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെയുടെ കീഴിൽ ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അദ്ദേഹം ടീമിന് ഒരു ഒത്തൊരുമയും ഒത്തിണക്കവും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വെൽ പ്രിപ്പയർഡാണ് സ്പെയിന് എന്ന് പറയണം. ഒന്നാമത് സംശയം വേണ്ട ഫ്രാൻസാണ്. ദിദിയർ ദശാമിൻ്റെ അവസാന വേൾഡ് കപ്പ്
അത് കൃത്യമായിട്ട് കണക്കാക്കി അദ്ദേഹത്തെ നല്ല രൂപത്തിൽ യാത്ര അയക്കണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് ഫ്രാൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് USA അവർ ട്രിപ്പ് നടത്തി. കോച്ച് പറയുന്നുണ്ടല്ലോ, ഇനി നമുക്ക് ജൂൺ മാസത്തിൽ കാണാം. എംബാപ്പയും അത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ വളരെ ഹാപ്പിയിലാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്, സമ്മറിൽ നമുക്ക് വീണ്ടും കാണാമെന്ന്. യെസ്, ബ്രസീലിനെ 2-1 തോൽപ്പിച്ചു, കൊളംബിയയെ 3-1 തോൽപ്പിച്ചു. യൂറോപ്യന്മാരുടെ ഏറ്റവും വലിയ എതിരാളികളായിട്ട് വേൾഡ് കപ്പിൽ ഉണ്ടാവുക ഈ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ വമ്പന്മാരെ തന്നെ അടിച്ചിട്ട് നല്ല രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടാണ് ഫ്രാൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പ് 5. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അർജൻറ്റീന എവിടെയാണ്? അർജൻറ്റീനയ്ക്ക് ഇപ്പോൾ ഈ ലിസ്റ്റിൽ സത്യം പറഞ്ഞാൽ നെതർലൻഡ്സിനൊക്കെ താഴെ 7ാം സ്ഥാനം മാത്രമാണ്. കാരണം അത്ര നല്ല രൂപത്തിലല്ല അവരുടെ പ്രിപ്പറേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലിസിമ ക്യാൻസൽ ചെയ്ത് വലിയ തിരിച്ചടിയായി. പിന്നെ ഗോട്ടിമാലയ്ക്കെതിരെ മത്സരം അനൗൺസ് ചെയ്തു, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ മൗറിത്യാനയ്ക്കെതിരെ കളിച്ചു, സാംബിയയ്ക്കെതിരെ കളിച്ചു. അതുപോലെ ഒരു അണ്ടർ 20 ടീം അവരുടെ ടീമിനോട് തന്നെ കളിക്കുന്ന അവസ്ഥ. അതിനു മുമ്പാണെങ്കിൽ അങ്കോളക്കെതിരെ മാത്രം കളിച്ചു. അർജൻറ്റീന വേഴ്സസ് അങ്കോള മത്സരമാണ് അവർ നവംബറിൽ കളിച്ചിട്ടുള്ളത്. നോക്കുക, ഒക്ടോബറിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ ഒന്ന് പ്യൂട്ടോറിക്കെതിരെയാണ് കളിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കളികളാണ് അവർ സംഘടിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് കേരളത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ മന്ത്രി പറയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് പ്രിപ്പറേഷൻ അത്ര മികച്ചതാണെന്ന് തോന്നുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സിൽ എത്താം.